സുജൂദിൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവര് പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്തവരാണ്. ഞാനും നിങ്ങളും തെറ്റ് ചെയ്തവരാണ്. ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണല്ലോ. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ, എന്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണമെന്നുണ്ട്, എന്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളയണമെന്നുണ്ട്, എനിക്കും നന്നാകണം ഉസ്താദേ എന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ പോരെ? ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായി പരസ്യമായി ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കഴുകിക്കളയാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. നിന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യൻ ഉളുവെടുത്തിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാണ്. പടച്ചറപ്പേ, ആ മനുഷ്യൻ സുജൂദിലേക്ക് ചെന്നാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ പിരടിയുടെ മുകളിൽ വരികയാണ്, അവന്റെ തലയുടെ മുകളിലേക്ക് വരികയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. നീ സുജൂദിലേക്ക് ചെന്നാ, നീ സുജൂദിലേക്ക് വീണാ, നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്.